ഹലോ എവരിവൺ. ഇപ്പോൾ നമ്മൾ വെബ് കോഡിങ്ങിൻ്റെ 3 ഡേയ്സിൻ്റെ പ്രോഗ്രാമിൽ ഫസ്റ്റ് ഡേയിൽ നമ്മൾ കുറച്ച് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. അതോടൊപ്പം സ്റ്റാറ്റിക് സൈറ്റായിട്ട് HTML വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ക്രോം ഓപ്പൺ ചെയ്യുക. ദെൻ ഗൂഗിളിൻ്റെ antigravity.google എന്നുള്ള ഒരു പുതിയ ടൂളാണ് വെബ് കോഡിങ്ങിന് കംപ്ലീറ്റ്ലി ഓട്ടോമേഷന്, ടെസ്റ്റിങ്, UI കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൂളാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന് ടൈപ്പ് കൊടുത്തിട്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് അലോ പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു രീതിയിലുള്ള സോഫ്റ്റ്വെയർ ലഭിക്കും. അഥവാ ഈ ഒരു ഐക്കണിൽ നിങ്ങൾക്ക് ആൻറ്റിഗ്രാവിറ്റി എന്നുള്ള ഒരു ആപ്പ് ലഭിക്കുന്നതായിരിക്കും. ദെൻ ജസ്റ്റ് ഒരു ഫോൾഡർ ഓപ്പൺ ആക്കി അതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേ 1 എന്നുള്ള ഇതിൽ ഞാനിവിടെ ഒരു സ്റ്റാറ്റിക് സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു രീതിയിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഇതിലുള്ളത് ജസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ ആൻറ്റിഗ്രാവിറ്റി ഓപ്പൺ ചെയ്യാം. ആൻറ്റിഗ്രാവിറ്റിയിൽ ഫസ്റ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ന്യൂ വിൻഡോ ആയിട്ട് ഈ രീതിയിലാണ് ഉണ്ടാവുക. ഈ രീതിയിലാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കും. തീം ഏതാണ്, അത്തരം കാര്യങ്ങളൊക്കെ. അതിലെന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ കോൺടാക്ട് ചെയ്യാം. ജസ്റ്റ് ഈ ഒരു രീതിയിലാകുന്നത് വരെയുള്ള കംപ്ലീഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. ദെൻ ഓപ്പൺ ഫോൾഡർ കൊടുക്കുക. നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോൾഡർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ഫോൾഡർ. ആ ഫോൾഡർ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ രീതിയിൽ ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു പേജ് ആയിരിക്കും. ഇതിൽ ഫയൽസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതോടൊപ്പം ഒരു സൈഡ് ബാറിൽ ഇവിടെയാണ് ഇതിൻ്റെ നമ്മൾ ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ചാറ്റ് ചെയ്തിട്ട് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ളതാണ്. ഇതിലിപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജെമിനി, അതുപോലെ ക്ലോഡ്, GPT എന്നൊക്കെ പറയുന്നത് ഓരോ LLM മോഡൽസ് ആണ്. അഥവാ നമ്മുടെ പ്രോഗ്രാമിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ AI ഏജന്റുകളാണ്. AI എന്ന് പറയുമ്പോൾ വെറും ചാറ്റ് മാത്രമാണെങ്കിൽ ഏജന്റുകൾ എന്ന് പറയുമ്പോൾ ഇത്തരം ടൂളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സംവിധാനങ്ങളാണ്. നമുക്ക് ഇതിന് ഇവിടെ കൊടുക്കാനുള്ള പ്രോംപ്റ്റ് വേണം. പ്രോംപ്റ്റ് എന്ന് പറയുന്നത് AIക്ക് എന്താണ് വേണ്ടതെന്നുള്ള നമ്മൾ ടെക്സ്റ്റും കാര്യങ്ങളാണ് കൊടുക്കുന്ന ടെക്സ്റ്റും കാര്യങ്ങളും. അത് ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ ക്രോമിൽ ChatGPT ഓപ്പൺ ചെയ്യാണ്. ChatGPTയിൽ ജസ്റ്റ് PRD എന്നാണ് പറയുക, അഥവാ പ്രൊഡക്ഷൻ റിക്വയർമെന്റ് ഡോക്യുമെന്റ്. ഇത് നമ്മളൊരു വെബ്സൈറ്റോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ്, അഥവാ ഈ ഒരു പ്രൊഡക്ഷൻ എന്താണ്, ഏതാണെന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. PRD ഫോർ എ വെബ്സൈറ്റ് ഫോർ ഒരു നമ്മൾ ജസ്റ്റ് ഇവിടെ സിമ്പിളായിട്ട് അതിൽ നിന്ന് ഓരോ ടൂളും കാര്യങ്ങളും യൂസ് ചെയ്ത് അതിനെ അഡ്വാൻസ് ലെവലിലേക്ക് എത്തിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ഫോർ എ പോർട്ട്ഫോളിയോ ഇൻ HTML. HTML എന്നുള്ളത് അറിയുന്ന ആളുകളുണ്ടാവും. ഏറ്റവും ബേസ് ആണ്, അഥവാ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം റിയാക്റ്റും പല കോഡിംഗ് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ വെച്ച് ട്രൈ ചെയ്യാൻ പറ്റും. അതിൽ HTML ആണ് ഏറ്റവും ബേസ് ഉള്ളത്. അപ്പോൾ ആ ഒരു HTML നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്, മാത്രമാണ് കൊടുക്കുന്നത്. പ്രൊഫഷണൽ പ്രൊഡക്റ്റ് റിക്വയർമെന്റ് ഡോക്യുമെന്റ് ഒരു HTML തന്നെയാണ് തരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട്
we need a PRD എന്ന് മാത്രം കൊടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ടെക്സ്റ്റ് മോഡലിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യാ, ഇതില് ഈ ഫീച്ചർ എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയിൽ ഇത് ഒന്നും കൂടി മെച്ചപ്പെടുത്താനുള്ളതാണ്. തൽക്കാലം അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിന്റെ മുകളിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ഇവിടം വരെ കോപ്പി ചെയ്യാണ്. ഇത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇത് അതേപോലെ കൊണ്ടുവന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. വേറെ ചേഞ്ചസോ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഈ ഒരു ആന്റി ഗ്രാവിറ്റി നമ്മൾ എന്ത് ടൂളും കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ടാസ്ക് ജനറേറ്റ് ചെയ്യും, ഓരോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അതോടൊപ്പം ഇത് കഴിഞ്ഞാൽ ഒരു വാക്ക് ത്രൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതിനെ പറ്റി എന്തൊക്കെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടുള്ള ഒരു ഫയലും ജനറേറ്റ് ചെയ്യും. ടാസ്ക് ജനറേറ്റ് ചെയ്യും, പിന്നെ ഇംപ്ലിമെന്റേഷൻ പ്ലാന് ആദ്യം എന്ത് ചെയ്യണം പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ ജനറേറ്റ് ചെയ്യും. ആ രീതിയിലൊക്കെയാണ് ഇതിന്റെ വർക്കിംഗ്. ഇതൊക്കെ ഒരു ഹ്യൂമൻ ചെയ്യുന്ന പരിപാടികൾ മൊത്തം AI ഏജന്റുകൾ ടൂളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ നിങ്ങളെ ഭാഗത്ത് സ്റ്റോപ്പ് വരികയാണെങ്കിൽ ഈ ഓൾവേസ് ഏജന്റ് ഡിസൈഡ് റിക്വസ്റ്റ് റിവ്യൂ എന്നുള്ള സെറ്റപ്പുകൾ ഉണ്ടാവും. അതിൽ ഓൾവേസ് പ്രൊസീഡ് എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുത്താൽ രണ്ടാമത് നമ്മൾ അലോ പെർമിഷനും കാര്യങ്ങളൊന്നും ചോദിക്കൂല, ഡയറക്റ്റ് ഈ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതിലിപ്പം പ്രൊജക്ട് സെറ്റപ്പ് ബേസ് ഇംപ്ലിമെന്റേഷൻ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് HTML ആണ്. അപ്പോൾ HTML നമുക്ക് വെബ്സൈറ്റിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അഥവാ എക്സ്റ്റൻഷൻ എന്താണ് ഏതാണെന്നുള്ളത് ഒരു ആഡ് ഓൺ ആയിട്ട് പല ടൂളുകളും ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇവിടെ ലൈവ് സെർവർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ഫസ്റ്റത്തതാണ്. അതിൽ ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഗോ ലൈവ് എന്നുള്ള ഒരു സെറ്റിങ്സും കാര്യങ്ങളും ഇവിടെ വന്നതായിട്ട് കാണാം. പിന്നെ ഇതിൽ ഏറ്റവും മേലത്താണ് ഫയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതിലാണിപ്പം ഇവിടെ ഓരോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ AI ചെയ്യുന്നത് കാണാൻ പറ്റും. ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ CSSന്റെ ഫയലുകൾ, JSന്റെ ഫയൽ, HTMLന്റെ ഫയൽ, അങ്ങനെ ഒരു 3 ഫയൽസ് ആണുള്ളത്. ഇതിവിടെ ജനറേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ബ്രൗസർ വിൻഡോ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ താഴെയുള്ള ബ്ലൂ ടിക്ക് കാണുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ HTML ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റൈൽ അഥവാ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് JS എന്നുള്ള പറഞ്ഞൊരു സ്ക്രിപ്റ്റിന്റെ ഫയലും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ അക്സെപ്റ്റ് ഓൾ എന്നുള്ളത് കൊടുക്കാം. കൊടുത്താൽ ഈ ഒരു HTMLന്റെ ഫയൽ ഉണ്ടാവും, JSന്റെ ഫയലുണ്ട്, അതോടൊപ്പം തന്നെ CSS അഥവാ ഡിസൈനിങ്ങിന്റെ കളറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഫയലാണ്. ഇത്രയും കോഡുകൾ നമ്മൾ ടൈപ്പ് ചെയ്ത് പഠിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് സമയം കാലങ്ങൾ എടുക്കുന്ന പ്രോസസ്സാണ്. ഒരു 2 ആഴ്ച കുറഞ്ഞത് ഒരു HTMLഉം അതിന്റെ CSS ഒക്കെ കുറച്ചൊക്കെ ബേസ് ഒക്കെ മനസ്സിലാക്കി വരുമ്പോൾ 2 ആഴ്ച എടുക്കും. ആ സംഗതി നമ്മളിവിടെ 5 മിനിറ്റ് കൊണ്ടാണ്, 5 മിനിറ്റ് ആയിട്ടില്ല ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നെക്സ്റ്റ് ഇത് നമുക്ക് കാണണം. ഇപ്പൊ ചെയ്ത സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഗോ ലൈവ് എന്നുള്ള ബട്ടൺ, അത് ഈ ഒരു HTML സെലക്ട് ചെയ്യാം, ഗോ ലൈവ് ക്ലിക്ക് ചെയ്യാം. ഗോ ലൈവ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുള്ള ബ്രൗസർ ഏതാണോ അതാണ് ഓപ്പൺ ആയി വരിക. ഇവിടെ ഞാൻ ക്രോമും ഉണ്ട്, അതോടൊപ്പം കോമറ്റ് ഉണ്ട്, അഥവാ കോമറ്റ് ഒരു AI ബ്രൗസർ ആണ്. തൽക്കാലം ഞാൻ ഇതിന്റെ ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഈ ക്രോമിൽ തന്നെ ഓപ്പൺ ചെയ്യാണ്. ക്രോമിൽ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ആണിത്. ഇതിൽ ഹൈ ഐ ആം നെയിം അവിടെ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ പ്രൊജക്റ്റുകൾ, കോണ്ടാക്ട് മീ, അവിടെ ഒരു ഇമേജ് ഉണ്ട് സൈഡിൽ. പിന്നെ അബൌട്ട് മീയിൽ
നമ്മളെ പറ്റിയിട്ടുള്ള കുറച്ച് വിവരങ്ങൾ, ഒരു ഡൗൺലോഡ് റെസ്യൂം ബട്ടൺ ഉണ്ട്, പിന്നെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്കില്ലുകൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളതുണ്ട്, ഒരു ഫോം ഗെറ്റ് ഇൻ ടച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ജസ്റ്റ് കണക്ട് ചെയ്യാനുള്ള കുറച്ച് സെറ്റപ്പും ഓവർ കാര്യങ്ങളൊന്നുമില്ല. പ്രൊജക്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റിലേക്ക് പോകുന്നുണ്ട്. സ്കിൽസ് കോണ്ടാക്ട് ഫോമിലേക്കാണ്. അതോടൊപ്പം എബൌട്ട് ഡൗൺലോഡ് റെസ്യൂമിൽ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഇമേജും കാര്യങ്ങളൊന്നും ഇവർ സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ നെക്സ്റ്റ് ഇവിടെ ജസ്റ്റ് ഒരു ഡാർക്ക് മോഡ് ആഡ് ചെയ്യാൻ പറയാണ്. ഡാർക്ക് മോഡ് നീഡഡ്. അത് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. വേറെ എവിടെയാണെന്നോ എന്താണെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ആ ഏജന്റ് തന്നെ തിങ്ക് ചെയ്ത് അതിൻ്റെ ആദ്യം ടാസ്ക് അപ്ഡേറ്റ് ചെയ്യും, ദെൻ അതിൻ്റെ സ്റ്റെപ്പുകൾ സെറ്റ് ചെയ്യും. ഇവിടെ ടാസ്ക് അപ്ഡേറ്റഡ് ആയിട്ട് കാണാം. ടാസ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ടാസ്കുകളാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. ഇവിടെ ഫയലുകൾ ചേഞ്ച് ചെയ്യുമ്പം അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. മൂന്നിലും ചേഞ്ചസ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ അക്സെപ്റ്റ് ഓൾ കൊടുത്താൽ ആ ഫയൽ അക്കൗണ്ട് ജനറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ ടോക്കൺസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതൊക്കെ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ആയിട്ടുണ്ട്. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ പ്രോസസ് സ്റ്റോപ്പ് ആവും. ഇപ്പം എന്തായിട്ടുണ്ട്, ഇതിൻ്റെ ഡാർക്ക് മോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡിസൈന് അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ അല്ല. നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാലും അതിൻ്റെ ഡിസൈന് ഒരു വലിയൊരു സെറ്റപ്പിലേക്ക് എത്തിയിട്ടില്ല. ഐക്കണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊരു പ്രോപ്പർ പ്ലേസിലല്ല ഉള്ളത്. നമ്മൾ ജസ്റ്റ് സെറ്റ് ഡാർക്ക് മോഡ് icon in proper place and clean modern UI and responsive എന്നാണ് പറയുക. അഥവാ മൊബൈലിലും ഈ ലാപ്പിലൊക്കെ വൃത്തിക്ക് ലഭിക്കുന്നതിന് ഒരേ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് റെസ്പോൺസീവ് ഡിസൈൻ ആണ്. റെസ്പോൺസീവ് ജസ്റ്റ് 3 ഫയൽസ് മാത്രമാണ് ഉള്ളത്. ഇൻഡെക്സ്, സ്ക്രിപ്റ്റ്, സ്റ്റൈല്. ഇപ്പം അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ അക്സെപ്റ്റ് ഓൾ കൊടുക്കാം. അക്സെപ്റ്റ് ഓൾ കൊടുത്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇത് നെക്സ്റ്റ് സ്റ്റെപ്പുകൾ ബ്രൗസറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കുന്നത് ഞാൻ അതിൻ്റെ കുറച്ച് സെറ്റപ്പുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ലോഞ്ചിങ് ബ്രൗസറിനും അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ജസ്റ്റ് ഇപ്പോൾ നിലവിൽ കുറച്ചും കൂടെ ക്ലീൻ ആയിട്ടുണ്ട്. എൻ്റെ ഒരു മോഡൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു ഗ്ലോ എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതായിട്ട് വരുന്ന സമയത്തും മൊത്തത്തിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവർ. ഇതിൽ നമ്മൾ റെസ്പോൺസീവ് എന്നുള്ള ആൾക്ക് ജസ്റ്റ് ചെറുതാക്കുന്ന സമയത്ത് ടാബ് ചെറുതാക്കുമ്പോൾ അതിൽ ഉള്ള കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഇമേജ് ഇതിനോട് പറഞ്ഞിട്ട് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അഥവാ ഇതിൽ ഇമേജിൻ്റെ ജനറേഷൻ മോഡൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ലിമിറ്റും കാര്യങ്ങളും ഉണ്ട്. ഇത് നമ്മൾ ഗൂഗിള് ഒരു സമയത്ത് ഫ്രീ ആയിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഫ്രീ ആയിട്ട് കോളേജ് സ്റ്റുഡൻസിന് 1 ഇയറിൻ്റെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത ആളുകൾക്ക് കുറച്ചധികം ലിമിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത ആളുകൾക്ക് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ഈ ഒരു മോഡൽ ലിമിറ്റ് എത്തും. ലിമിറ്റ് എത്തുന്ന സമയത്ത് ഇവിടുന്ന് നമ്മൾ മോഡലുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ 3 മോഡലാണ് വരിക. ജെമിനി 3 പ്രോ തന്നെയാണ് ലോയും ഹൈയും
ഒന്ന് ലിമിറ്റ് ആയാൽ മറ്റൊന്ന് ലിമിറ്റ് കംപ്ലീറ്റ് ആവും. പിന്നെ 3 ഫ്ലാഷ് പുതിയ ഒന്നാണ്. ഈ 3-4 മോഡലുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ലിമിറ്റ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി അതല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പ്രൊഫൈല് ലോഗ് ഔട്ട് അടിച്ചിട്ട് ഇതിൻ്റെ ജസ്റ്റ് സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൈൻ ഔട്ട് ചെയ്തിട്ട് വേറൊരു മെയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലിമിറ്റ് കുഴപ്പമില്ലാതെ കുറച്ചും കൂടി യൂസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഈ ഇമേജ് ജനറേറ്റ് ചെയ്യാണ്. ഇമേജ് നമുക്ക് വേണ്ടത് ഇവിടെ ഒരു ഹീറോ ഇമേജ്, അതോടൊപ്പം പ്രൊജക്റ്റ് 1, 2, 3 എന്നുള്ള 3 ഇമേജ്. then images for hero project 1, 2, 3. ഇത് നമ്മൾ ഒരു ടീച്ചർക്കുള്ള വെബ്സൈറ്റ് ആയിട്ട് കരുതുക. നമ്മളൊരു ടീച്ചറാണെന്നുള്ള ആൾക്ക്. ഇപ്പോൾ നെയിം ജസ്റ്റ് ഒരു നെയിം അമല, ജസ്റ്റ് ഹായ് എന്നുള്ള പേര് നെയിമാണ്. അമല എ ടീച്ചർ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇമേജ് ജനറേഷൻ ഫൈൽഡ് ആയിട്ടുണ്ട്. ഇത് ചില സമയത്ത് ഇവിടെ ഇതന്നെ ട്രൈ ചെയ്തിട്ടുള്ളത്. ഇമേജ് ജനറേഷൻ ഫൈൽഡ് ആയതിൻ്റെ കാരണങ്ങൾ ഇവിടെ ഒരു കൊടുക്കും. അഥവാ ചില സമയത്ത് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇമേജ് ജനറേഷൻ ചില സമയത്ത് ഫൈൽഡ് വരുന്നുണ്ട്. നിലവിൽ നിങ്ങൾക്ക് ഇവിടെ അസറ്റ്സ് എന്നുള്ള ഒരു ഫോൾഡർ കാണാൻ കഴിയും. ഇവിടെയാണ് ഇമേജും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇതാണ് ട്രൈ ചെയ്യുന്നുണ്ട്. എക്സിറ്റ് കൊടുക്കുക. ഇമേജ് ജനറേറ്റിംഗ് ഇമേജ് വിത്ത് ജെമിനി നാനോ ബനാനയാണ്. അഥവാ അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിൽ ഇൻബിൽഡ് ആയിട്ടുണ്ട്. ഇമേജ് ജനറേഷൻ വീണ്ടും ഫെയിൽഡ് ആയിട്ടുണ്ട്. റീസൺ റേറ്റ് ലിമിറ്റ് വിത്ത് ഇമേജ് ജനറേഷൻ ടൂള്. അഥവാ ഇമേജ് ജനറേഷൻ ഇപ്പോൾ അത് ചെയ്യാൻ കഴിയുന്നില്ല. റേറ്റ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ജസ്റ്റ് അമല നാക്കിയിട്ടുണ്ട് പേരും കാര്യങ്ങളൊക്കെ. അതൊരു പ്രൊഫഷണൽ ടീച്ചർ എഡ്യൂക്കേറ്റർ ആണ്. പിന്നെ ക്ലാസ് റൂം അതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഒരു ടീച്ചറാണെന്ന് പറഞ്ഞോടൊപ്പം തന്നെ കിഡ്സ് ലേണിംഗ് പ്ലാറ്റ്ഫോം, ക്ലാസ് റൂം, ഡിജിറ്റൽ ലൈബ്രറി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് ഇമേജുകൾ ആഡ് ചെയ്യാണ്. ഇവിടെ ഇമേജ് ജനറേഷൻ ഫയൽ ആയതുകൊണ്ട് ഇമേജ് ജൻ പ്രോംപ്റ്റ്സ് നീഡഡ് ഫോർ hero section and projects. And says images no need code changes. ജസ്റ്റ് എന്തൊക്കെ ഇമേജുകൾ വേണം, ആ ഇമേജുകൾ ഏതൊക്കെ മോഡലുകൾ ഉള്ളതാണെന്നുള്ളത് നമ്മൾ ഇതിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാണ്. കോഡ് ചേഞ്ചും കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ടെക്സ്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് തന്നാൽ മതി എന്നുള്ള രീതിക്കാണ്. ജസ്റ്റ് ഒരു ഫയലായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ കാണാം ഹീറോ ഇമേജ് പ്രൊഫഷണൽ ഹെഡ്ഷോട്ട്. അത് സൈസ് പറഞ്ഞിട്ടുള്ളത് 1000x1000 px. ജസ്റ്റ് 1x1 എന്നുള്ള അളവിൽ നമ്മൾ എടുത്താൽ മതി. ആദ്യം ഈ ഒരു പ്രോംപ്റ്റ് കോപ്പി ചെയ്യാം. ദെൻ നമ്മളിവിടെ
ഗൂഗിളിൻ്റെ തന്നെ മാക്സിമം നമ്മൾ ഗൂഗിളാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ടൂളുകളുണ്ട്, ഇമേജ് ജനറേഷൻ ആണെങ്കിൽ ഐഡിയോഗ്രാം ഉണ്ട്, പല ടൂളുകളുണ്ട്. ഗൂഗിളിൻ്റെതാകുമ്പം റേറ്റ് ലിമിറ്റും കാര്യങ്ങളും, റേറ്റ് ലിമിറ്റ് ഒക്കെ എന്താണെന്നുള്ളത് അഥവാ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് യൂസേജ് കിട്ടുന്നത് ഗൂഗിളാണ്. നമ്മൾ ഗൂഗിളിൻ്റെ AI സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാണ്. AI സ്റ്റുഡിയോ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഈ ഒരു ഇതിൽ നിന്ന് ചാറ്റ് വിത്ത് മോഡൽ എന്നുള്ള സെലക്ട് ചെയ്യാം. ദെൻ അതിൽ ഇമേജസ്, ഇതിൽ ഫീച്ചർ ജെമിനി ലൈവ് ഇമേജസ് എന്നുള്ള സെലക്ട് ചെയ്യാം. ഇതിൽ ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കുക, നമ്മളിപ്പം കൊടുത്തിട്ടുള്ളത് കൊടുക്കുക. ഇതിൽ ഏറ്റവും ഇമേജൻ 4 തന്നെ സെലക്ട് ചെയ്യുക, അതാണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ളത്. ഇതിൽ ഇമേജ് കൊടുക്കുക, അതിൽ സൈസ് ചോദിക്കുന്നുണ്ട്, സൈസ് നമ്മൾ 1:1 കൊടുക്കാം, നമ്മൾ ഹീറോ സെക്ഷനിലുള്ളത്. ഓരോരുത്തരും ജനറേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻസ് ഉണ്ടാവും, അതിനനുസരിച്ച് നോക്കിയിട്ട് കൊടുക്കുക. ഇവിടെ ഒരു ടീച്ചർ ഒരു ഇമേജ് ലഭിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഇമേജ് നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ്സിൽ പോയിട്ട് ഒന്നും കൂടി ഡൗൺലോഡ് കൊടുക്കാണ്. ഡോക്യുമെന്റ്സ്, ജസ്റ്റ് ഫയൽ നെയിം ഇവിടെ ഹീറോ മാത്രം കൊടുക്കാണ്. ദെൻ ഫോൾഡർ ഡൗൺലോഡ്സ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ ജസ്റ്റ് നമ്മളെ ഫോൾഡർ സെലക്ട് ചെയ്യാം. Day 1 സ്റ്റാറ്റിക് സൈറ്റ്, അതിൽ അസറ്റ്സ് എന്നുള്ള ഫോൾഡർ ഉണ്ടെങ്കിൽ അതിൽ കൊടുക്കാം. ഇനി ഇല്ലെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഒരു അസറ്റ് എന്നുള്ള പേര് കൊടുക്കാം. പിന്നെ അസറ്റിൻ്റെ പേര് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കാം. ദെൻ സേവ്. ഇപ്പോൾ ഹീറോ ഇമേജ് അവിടെ സേവ് ആയിട്ടുണ്ട്, ഇതിൽ എത്തിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വേണ്ടത് ഈ ഒരു ഇമേജ് ആണ്. നമ്മളിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, റൺ ചെയ്യാം. അതിൻ്റെ സൈസ് നമ്മൾ മാറിയിട്ടുണ്ട്. സൈസ് നമുക്ക് വേണ്ടത് 16:9 അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് 16:9 സെലക്ട് ചെയ്യാം, ഒന്നും കൂടി റൺ ചെയ്യാണ്. അപ്പോൾ ആ രീതിയിലുള്ള ചെറിയൊരു ഇമേജ് എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡിൽ പ്രൊജക്റ്റ് 1 പ്രോ ഇഷ്ടമുള്ള പേര് കൊടുക്കാം, പ്രോ 1 മാത്രം കൊടുക്കുകയാണ് ഞാൻ. നേരത്തെ കൊടുത്ത അതേ ഫോൾഡർ തന്നെ നെക്സ്റ്റ്. സെയിം 16:9. നെക്സ്റ്റ് കോപ്പി ചെയ്യാം, അത് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കോപ്പി ചെയ്യാം, റൺ ചെയ്യാം. പ്രോ 2 പ്രോ 3. ഇഷ്ടമുള്ള കൃത്യമായിട്ടുള്ള പേരും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതിൻ്റെ വൃത്തിക്ക് നല്ല വൃത്തിയുള്ള പേരും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഈ 4 ഇമേജും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ചെക്ക് മൈ അസറ്റ്സ് ഫോൾഡർ, ദെൻ ചേഞ്ച് ഇമേജസ് ഇൻ വെബ്സൈറ്റ് മാത്രം കൊടുക്കുകയാണ്. നമ്മൾ കോഡോ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യുന്നില്ല. അസറ്റ്സ് ഡയറക്ടറി ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ടാസ്ക് എഡിറ്റ് ചെയ്തിട്ടുണ്ട്.
ഇതിൽ ഹീറോ Pro 1 Pro 2 Pro 3 അപ്ഡേറ്റിംഗ് HTML എക്സിറ്റ് കൊടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഇവിടെ ക്യാൻസൽ ചെയ്യാണ്. ബാക്കി വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ ആ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് കാണാം. അഥവാ ഇവിടെ ആ ഒരു സൈസ് ചെറിയ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ കട്ടിങ് വരുന്നത്. ആയിട്ട് വരുന്ന സമയത്ത് ആ 3 ഇമേജസും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ. അതോടൊപ്പം ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ PRD പല തരത്തിലുള്ള വെബ്സൈറ്റുകളിലും ഇമേജും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ നിലവിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ പല മോഡലുകളും യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പേഴ്സണൽ വെബ്സൈറ്റുകൾ, ബ്ലോഗുകൾ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ ഇത് വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്യാം. ഇനി ഇതെങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന പരിപാടികൾ, പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ, അഡ്വാൻസ് ലെവൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.